നെക്സ്റ്റ് മൊഡ്യൂൾ 2 തന്നെ 18th സെഞ്ചുറി ലിറ്ററേച്ചറാണ് നമ്മൾ നോക്കുന്നത്. 18th സെഞ്ചുറി ലിറ്ററേച്ചറിനെ നമ്മൾ നിയോ ക്ലാസിക്കൽ അഥവാ അഗസ്റ്റൻ ഏജ് എന്ന് വിളിക്കുന്നു. നിയോ ക്ലാസിക്കൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ അല്ലെങ്കിൽ ക്ലാസിക്കൽ വർക്ക്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ 18th സെഞ്ചുറി റൈറ്റേഴ്സ് എഴുതിയത്. അതുകൊണ്ടാണ് നിയോ ക്ലാസിക്കൽ, അതായത് ന്യൂ ക്ലാസിക്കൽ ഏജ് എന്നതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അഗസ്റ്റൻ ഏജ്. ഓക്കെ, അപ്പം റീസണിന് അല്ലെങ്കിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഏജ് ആയിരുന്നു. റീസൺ എന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇമോഷൻസ് കുറച്ച് എന്തായിരുന്നു, വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. റൈറ്റേഴ്സ് ഗ്രീക്ക് ആൻഡ് റോമൻ മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതി. സറ്റയർ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി വെപ്പൺ എന്ന് പറയുന്നത്. എഴുതുന്നതെല്ലാം ഒരു ആക്ഷേപഹാസ്യം പോലുള്ള രീതിയിലാണ് എഴുതിക്കൊണ്ടിരുന്നത് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ. അർബൻ ലൈഫും മിഡിൽ ക്ലാസ് സൊസൈറ്റിയെക്കുറിച്ച് റിഫ്ലക്ട് ചെയ്തിരുന്നു. വളരെ വിറ്റി ആയിട്ടുള്ള രീതിയിലാണ് പോംസ് എഴുതിക്കൊണ്ടിരുന്നത്. ഹീറോയിക് കപ്ലറ്റ് ആയിരുന്നു മീറ്റർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോസ് വളരെ റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്തു. അതായത് എസ്സേയ്സ്, പീരിയോഡിക്കൽസ് ഒക്കെ പോപ്പുലറായി. നോവല് എന്താണ്, ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലിറ്റററി ഡെവലപ്മെൻ്റ് ആയിട്ട് മാറി. ആൻഡ് റെസ്റ്റോറേഷൻ കോമഡി, അതായത് ഡ്രാമ എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ കോമഡിയിൽ നിന്ന് സെൻറ്റിമെൻ്റൽ കോമഡിയിലോട്ട് പോയി. പിന്നീട് എന്തായി മാറി, ആൻറ്റി സെൻറ്റിമെൻ്റൽ കോമഡിയിലോട്ട് പോയി. പിന്നെ മോറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിലായിരുന്നു ലിറ്ററേച്ചറിൻ്റെ എയിം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയല്ല, ഉപദേശത്തിന് വേണ്ടി. ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പ് ഉണ്ട്, ജൊനാഥൻ സ്വിഫ്റ്റ് ഉണ്ട്, ഡാനിയൽ ഡീഫോ ഉണ്ട്, സാമുവൽ ജോൺസൺ ഉണ്ട്. ഓക്കെ, ഇനി 18th സെഞ്ചുറി ഫിക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. 18th സെഞ്ചുറി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് നോവലിൻ്റെ ബർത്ത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ഇംഗ്ലീഷ് നോവൽ, അതാണ് 18th സെഞ്ചുറി ഫിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നോവൽസ് ഒക്കെ വരുമ്പോൾ റിയലിസ്റ്റിക് ആൻഡ് എവറിഡേ ലൈഫിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതാൻ തുടങ്ങി. മിഡിൽ ക്ലാസ് റീഡേഴ്സ് ആയിരുന്നു കൂടുതലായിട്ട് നോവൽസ് വായിച്ചുകൊണ്ടിരുന്നത്. തീംസ് എന്ന് പറയുമ്പോൾ എന്ത് വരും നോവൽസിനകത്ത്? അഡ്വഞ്ചർ, ഡൊമസ്റ്റിക് ലൈഫ്, മൊറാലിറ്റി, ഇതൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനും പേഴ്സണൽ ഐഡൻറ്റിറ്റിക്കും, ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിക്കും എക്സ്പീരിയൻസിനുമായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്ത് നോവൽസ് എഴുതിക്കൊണ്ടിരുന്നത്. ക്യാരക്ടറൈസേഷനൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ഇവർ നടത്തിയത്, അതായത് റൈറ്റേഴ്സ് ചെയ്തത്. ഈ നോവലിൽ തന്നെ അല്ലെങ്കിൽ ഫിക്ഷനിൽ തന്നെ 2 ടൈപ്പാണ് ഭയങ്കര പോപ്പുലർ ആയത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പിസ്റ്റോളറി നോവൽ. എപ്പിസ്റ്റോളറി നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിൻ്റെ രൂപത്തിൽ എഴുതുന്ന നോവൽ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സാമുവൽ റിച്ചാർഡ്സണിൻ്റെ പമേല എന്നുള്ള നോവൽ, PAMELA, അത് കത്തിൻ്റെ രൂപത്തിലാണ് എഴുതി പോയേക്കുന്നത്, ഒരു കത്ത് എഴുതുന്നത് പോലെ. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ പിക്കാരസ് നോവൽ. പിക്കാരസ് നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഒരു റോഗായിട്ടുള്ളൊരു ഒരു വില്ലൻ ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും. അയാൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പല ഫ്രോഡ് പരിപാടികളും ചെയ്ത് അയാളുടെ അഡ്വഞ്ചറസ് ജേർണി ഫോക്കസ് ചെയ്യുന്നതാണ് പിക്കാരസ് നോവൽ എന്ന് പറയുന്നത്. ഈ 2 ടൈപ്പ് നോവലാണ് പോപ്പുലർ ആയത്. അഡ്വഞ്ചറസ് സ്റ്റോറീസും ഉണ്ടായിരുന്നു, ട്രാവൽ നറേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു, സറ്റേറിക്കൽ ഫിക്ഷൻ ഉണ്ടായിരുന്നു, സൊസൈറ്റിയെയും പൊളിറ്റിക്സിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഫീമെയിൽ നോവലിസ്റ്റുകൾ ഈ സമയത്ത് വളരെ പോപ്പുലറായി മാറി. അപ്പോൾ ഡാനിയൽ ഡീഫോ ആണ് റിയലിസ്റ്റിക് ഫിക്ഷൻ്റെ ആള്. ജൊനാഥൻ സ്വിഫ്റ്റ് സറ്റയർ ചെയ്തു. ഗള്ളിവേഴ്സ് ട്രാവൽസ് ഒക്കെ എഴുതിയ ജൊനാഥൻ സ്വിഫ്റ്റ്. സാമുവൽ റിച്ചാർഡ്സൺ ആണ് എപ്പിസ്റ്റോളറി നോവൽ ഡെവലപ്പ് ചെയ്തത്. എപ്പിസ്റ്റോളറി നോവൽ എന്ന് വെച്ചാൽ നോവൽ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പമേല, സാമുവൽ റിച്ചാർഡ്സന്റെ. 4ാമത്തെ ആളാണ് ഹെൻറി ഫീൽഡിംഗ്. ഹെൻറി ഫീൽഡിംഗ് എന്ന് വെച്ചാൽ ഈ പിക്കാരസ് നോവലിൻ്റെ ആളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് 18th സെഞ്ചുറി ഫിക്ഷനകത്ത് വരുന്നത്. ഇനി സറ്റയറിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാം. സറ്റയർ എന്ന് പറയുന്നത് 18th സെഞ്ചുറിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഫോം ആയിരുന്നു. റൈറ്റേഴ്സ് എന്തിനാണ് സറ്റയർ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചും കറപ്ഷനെ കുറിച്ചും ഹിപ്പോക്രസിയൊക്കെ കളിയാക്കിക്കൊണ്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ അതിൽ കൂടുതൽ പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് സറ്റയറിക്കൽ റൈറ്റിംഗ് ഡെവലപ്പ് ആയത്. അപ്പോൾ സറ്റയർ എന്ന് പറയുമ്പം ആ ഒരു ഏജിൻ്റെ സ്പിരിറ്റ് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് ആക്ഷേപഹാസ്യം പോലെ എഴുതിയിരിക്കുന്നതായിരുന്നു മിക്കവാറും ഉള്ള വർക്ക്സ് എല്ലാം. ഓക്കെ, പ്രോസിലും എഴുതിയിട്ടുണ്ട്, പോയട്രിയിലും എഴുതിയിട്ടുണ്ട് സറ്റയറിക്കൽ വർക്ക്സ്. അതിനകത്ത് ഹ്യൂമറും കാണും, മോറൽ ക്രിറ്റിസിസവും കാണും. ഇപ്പോൾ ജൊനാഥൻ സ്വിഫ്റ്റ് ആണ് സറ്റയറിസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഈ ഒരു ഏജിൽ. അലക്സാണ്ടർ പോപ്പും പോയത്തിനകത്ത് സറ്റയർ കൊണ്ടുവന്ന അലക്സാണ്ടർ പോപ്പ്. അപ്പോൾ ഈ സറ്റയർ ആരെയായിരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ആ സമയത്തുണ്ടായിരിക്കുന്ന പൊളിറ്റീഷ്യൻസ്, ഫേക്ക് ആയിട്ടുള്ള ഈ സ്കോളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെയൊക്കെയാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. പാരഡി ആയിട്ടും ഒക്കെയാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. ഗള്ളിവേഴ്സ് ട്രാവൽസ്, ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഗള്ളിവേഴ്സ് ട്രാവൽസ്. ഗള്ളിവേഴ്സ് ട്രാവൽസിനകത്തും എന്തിനെയാണ് കളിയാക്കുന്നത്? ഈ സയൻസിനെ, പൊളിറ്റിക്സിനെ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ അനാവശ്യമായിട്ടുള്ള അഹങ്കാരത്തിനെ അല്ലെങ്കിൽ പ്രൈഡിനെയൊക്കെയായിരുന്നു കളിയാക്കിക്കൊണ്ടിരുന്നത്.
അതുപോലെ തന്നെ പോയത്തിനകത്ത് ആരാ സറ്റയർ കൊണ്ടുവന്നത്? അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പിന്റെ മറ്റൊരു വർക്കാണ് ദ ഡൺസിയാഡ് എന്ന് പറയുന്നത്, DUNCIAD. ഈ ഡൺസിയാഡിനകത്തും എന്തിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഈ ഡള്ളായിട്ടുള്ള റൈറ്റേഴ്സ് ഒക്കെ കാണുമല്ലോ, ഇൻഫീരിയർ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ, അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ, ഈ അതായത് എഴുതുന്നതിനകത്ത് കറപ്ഷൻ കാണിക്കുന്ന ആളുകളും കാണുമല്ലോ, അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇദ്ദേഹം ഇതിനകത്ത് കളിയാക്കിയിരിക്കുന്നത് ദ ഡൺസിയാഡ് എന്നുള്ള വർക്കിനകത്ത്. അപ്പോൾ സറ്റയർ എന്തിനു വേണ്ടി? എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ റീഫോംസ് കൊണ്ടുവരാനും കൂടിയാണ് സറ്റയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ പ്രോസ് റൈറ്റേഴ്സ് ആരൊക്കെയാണെന്നാണ്. 18th സെഞ്ച്വറിയെ നമ്മൾ നിയോ ക്ലാസിക്കൽ എന്നും അഗസ്റ്റൻ ഏജ് എന്നും ഏജ് ഓഫ് പ്രോസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. മറന്നു പോകരുത്, 3 പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏജിന് തന്നെ. അപ്പോൾ പ്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലിയർ, വളരെ പോളിഷ്ഡ് ആയിട്ടാണ് എഴുതുന്നത്. എസ്സേയ്സ്, നോവൽസ്, ജേർണലിസം, ഡയറീസ്, ക്രിറ്റിസിസം, ഇത് ഇത്രയാണ് പ്രോസിനകത്ത് വരുന്നത്. അഡിസണും സ്റ്റീലുമാണ് പീരിയോഡിക്കൽ എസ്സേയെ പോപ്പുലറൈസ് ചെയ്തത്, നമ്മൾ നേരത്തെ നോക്കി. ജൊനാഥൻ സ്വിഫ്റ്റ് എന്തിനെയാണ് പോപ്പുലറൈസ് ചെയ്തത്? പ്രോസിനകത്ത് സറ്റയർ കൊണ്ടുവന്നു. ഡാനിയൽ ഡീഫോ എന്ത് ചെയ്തു? റിയലിസ്റ്റിക് ഫിക്ഷൻ കൊണ്ടുവന്നു. സാമുവൽ ജോൺസണോ എസ്സേയ്സും ക്രിറ്റിസിസവും ഒക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിക്ഷണറിയും ഇദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ, സാമുവൽ ജോൺസൺ. ഹെൻറി ഫീൽഡിംഗ് എന്ത് ചെയ്തു? ഹെൻറി ഫീൽഡിങ്ങും ഫിക്ഷൻ കൊണ്ടുവന്നു. സാമുവൽ റിച്ചാർഡ്സൺ എപ്പിസ്റ്റോളറി നോവൽ പോപ്പുലറൈസ് ചെയ്തു. അപ്പോൾ പ്രോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോവലിനെ കുറിച്ചും എസ്സേസിനെ കുറിച്ചും ഒക്കെ എഴുതണം നിങ്ങൾ കേട്ടോ, ഡയറീസിനെ കുറിച്ച്. പ്രോസ് റൈറ്റേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനായിരുന്നു? മൊറാലിറ്റിക്കും സൊസൈറ്റിക്കും ഒക്കെ വേണ്ടി. ജേർണലിസം നല്ല രീതിയിൽ എക്സ്പാൻഡ് ആയി, ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ഒക്കെ റാപ്പിഡ് ആയപ്പോഴത്തേക്കും ലിറ്റററി ക്രിറ്റിസിസം വന്നു. പ്രോസ് സ്റ്റൈൽ കുറച്ചുകൂടെ കോൺവെർസേഷണൽ ആൻഡ് റീഡർ ഫ്രണ്ട്ലി ആയിട്ട് മാറി. ഈ എഡ്യൂക്കേഷൻ്റെ എക്സ്പാൻഷനും മിഡിൽ ക്ലാസ് റീഡേഴ്സ് കൂടിയതും പ്രോസിനെ നല്ല രീതിയിലാണ് എന്ത് ചെയ്തത്? നല്ലൊരു ഗുഡ് ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് നോക്കണം. ഡാനിയൽ ഡീഫോയെ നോക്കിക്കൊള്ളണം. ഡാനിയൽ ഡീഫോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നോവലിൻ്റെ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ആണ്. റിയലിസത്തിനും അഡ്വഞ്ചറിനുമാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഡാനിയൽ ഡീഫോയുടെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ പ്രാക്ടിക്കലാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് നോവൽ എന്ന് പറയുന്നതാണ് റോബിൻസൺ ക്രൂസോ. ഓക്കെ, അതായത് റോബിൻസൺ ക്രൂസോ ഒരു ഒരു സർവൈവൽ ഫിക്ഷനാണ്. അയാളൊരു ഐലൻഡിൽ പെട്ടുപോകുന്നു, പിന്നെ അയാൾ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നു, അതാണ് റോബിൻസൺ ക്രൂസോ പറയുന്നത്. ഓക്കെ, ഈ നോവലിനകത്ത് സെൽഫ് റിലയൻസ്, അതായത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ബിക്കം ഇൻഡിപെൻഡൻറ്റ് അല്ലേ? അപ്പോൾ ആ ഇൻഡിപെൻഡൻസിനെ കുറിച്ചും നമ്മുടെ ഡിറ്റർമിനേഷനെ കുറിച്ചുമാണ് ഈ നോവലിനകത്ത് പറയുന്നത്. രണ്ടാമത്തെ നോവലാണ് MOLLFLANDER, സ്മോൾ ഫ്ലാൻഡേഴ്സ്. അത് സ്ത്രീകളുടെ സ്ട്രഗിളിനെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. കുറച്ചൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ്സ് കാണും, പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കാണും. മിഡിൽ ക്ലാസ് ലൈഫിനെ കുറിച്ചും അവരുടെ എക്കണോമിക് സ്ട്രഗിൾസിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഈ ഡാനിയൽ ഡീഫോ മറ്റൊരു അദ്ദേഹം റൈറ്റർ മാത്രമല്ല, ജേർണലിസ്റ്റും കൂടിയായിരുന്നു കേട്ടോ. അപ്പം കൊളോണിയലിസത്തിൻ്റെ തീമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ റിയലിസ്റ്റിക് നോവലിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത് ഡീഫോ. പിന്നെ വരുന്നത് ആരാണ്? ജൊനാഥൻ സ്വിഫ്റ്റ്. നമ്മൾ പറഞ്ഞു ജൊനാഥൻ സ്വിഫ്റ്റ് സറ്റയറിസ്റ്റ് ആണ്. പ്രോസിൽ സറ്റയർ കൊണ്ടുവന്ന സ്വിഫ്റ്റ് ആണ്. അദ്ദേഹം അതിനെയായിരിക്കും കളിയാക്കുന്ന പൊളിറ്റിക്കൽ കറപ്ഷനെ, ഹ്യൂമൻ ബീങ്സിൻ്റെ ഫൂളിഷ്നെസ്സിനെ, ഹിപ്പോക്രസിയെ വളരെ വിറ്റി ആൻഡ് ഐറോണിക്കലായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. മാസ്റ്റർ പീസ് വർക്ക് ചെയ്താണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഗള്ളിവേഴ്സ് ട്രാവൽസ്. അതെന്താണ്? ഒരു അഡ്വഞ്ചറസ് സ്റ്റോറിയാണ്. അതൊരു പൊളിറ്റിക്കൽ സറ്റയറും കൂടിയാണ്. ഓക്കെ, പൊളിറ്റിക്സിനെയും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്, സയൻറ്റിഫിക് അറഗൻസിനെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്വിഫ്റ്റിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ സറ്റയർ എന്ന് പറയുന്നത് വളരെ ബിറ്ററായിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഭയങ്കര വെറുപ്പിക്കുന്ന രീതിയിലാണ് എഴുതുന്നത്. ഈ സൊസൈറ്റിയുടെ ക്രൂവൽറ്റിയെക്കുറിച്ച് പറയുന്നു. വളരെ ക്ലിയർ ആൻഡ് ഡയറക്റ്റ് അല്ലെങ്കിൽ പവർഫുൾ സ്റ്റൈലാണ് അദ്ദേഹം എഴുതുന്നത്. ഫാൻറ്റസി വെച്ചിട്ട് റിയാലിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുക, അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എസ്സേയ്സ് ഒക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് എ മോഡസ്റ്റ് പ്രപ്പോസൽ. അത് ബ്രിട്ടീഷുകാർ അയർലൻഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എ മോഡസ്റ്റ് പ്രപ്പോസൽ എഴുതിയിട്ടുള്ളത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നോവലിൻ്റെ റൈസ്, ഗ്രോത്ത്. 18th സെഞ്ച്വറിയിൽ നോവൽസ് ഗ്രോ ചെയ്തു. അത് കാരണം എന്താണ്? മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ ഇടയിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ബുക്കുകൾ വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നോവൽസിൻ്റെ ആ ഒരു ഇൻടേക്ക് കൂടി. മിഡിൽ ക്ലാസ് ആയിരുന്നു പ്രൈമറി ഓഡിയൻസ് ഈ നോവൽസ് വായിക്കുന്നതിൽ. റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്തു. ഓർഡിനറി പീപ്പിളിൻ്റെ ലൈഫ് ആയതുകൊണ്ട് നോവൽസ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഡെവലപ്പായി. ഓക്കെ, ഏർലിയർ നോവൽസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റിയലിസ്റ്റിക് നറേറ്റീവ്സ് ആയിരുന്നു. നോവൽസിനകത്ത് എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നു, മോറൽ ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരുന്നു. ട്രാവൽ റൈറ്റിംഗും ഒക്കെ ഈ സമയത്ത് നല്ല രീതിയിൽ ഗ്രോ ചെയ്തു. ഫീമെയിൽ റീഡേഴ്സും ഗ്രോ ചെയ്തു. ഡാനിയൽ ഡീഫോയുടെ ആ ഒരു അഡ്വഞ്ചറസ് നോവൽസും സാമുവൽ റിച്ചാർഡ്സൻ്റെയും അതുപോലെ തന്നെ ഹെൻറി ഫീൽഡിങ്ങിൻ്റെയും ഒക്കെ നോവൽസ് ആയിരുന്നു കൂടുതലായിട്ട് ആളുകൾ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ
നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്ക് എപ്പിസ്റ്റോളറി നോവലാണ്. എപ്പിസ്റ്റോളറി അപ്പോൾ റൈസ് ഓഫ് നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ചൊക്കെ എഴുതുന്നു? ഡാനിയൽ ഡീഫോ, സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിങ്, ജൊനാഥൻ സ്വിഫ്റ്റ്, ഇവരെയൊക്കെ കുറിച്ച് എഴുതിക്കോണം കേട്ടോ. പിന്നെ എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയുമ്പോൾ എന്താണ്? നോവൽ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. എപ്പിസ്റ്റോളറി എന്നുള്ള വാക്ക് ലാറ്റിൻ വേർഡാണ്. എപ്പിസ്റ്റോള എന്നാണ് അതിൻ്റെ ആ വാക്കിൽ നിന്നാണ് വന്നത്. എപ്പിസ്റ്റോള എന്ന് വെച്ചാൽ ലെറ്റർ. ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള നോവലാണ് ഇത്, ഈ എപ്പിസ്റ്റോളറി നോവൽസ് എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സിൻ്റെ ലെറ്റേഴ്സിലൂടെയാണ്, കത്തുകളിലൂടെയാണ് നമ്മൾ സ്റ്റോറി മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഇമോഷൻസിനെ കുറിച്ചും തോട്ട്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എപ്പിസ്റ്റോളറി നോവൽസ് റിയലിസ്റ്റിക് ആണ്, പേഴ്സണലാണ്, മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 18th സെഞ്ചുറിയിലാണ് ഈ സ്റ്റൈൽ പോപ്പുലർ ആയത്. സാമുവൽ റിച്ചാർഡ്സൺ ആണ് ഈ ഒരു സ്റ്റൈലിനെ പോപ്പുലറൈസ് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് എപ്പിസ്റ്റോളറി നോവൽ ഏതാണ്? പമേല. പിന്നെ ക്ലാരിസ എന്നൊരു നോവലും കൂടിയുണ്ട്, അതും ലെറ്റർ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പമേലയും ക്ലാരിസയും. ലവ്, മൊറാലിറ്റി, ഇതൊക്കെയാണ് ഇതിനകത്ത് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി പിക്കാറസ് നോവൽ എന്താണ്? പിക്കാറസ് നോവൽ ആരുടെയാണ്? പിക്കാറസ് നോവൽ നമ്മുടെ ഡാനിയൽ ഡീഫോയുടെ ഉണ്ട്, ഹെൻറി ഫീൽഡിങ്ങിൻ്റെയൊക്കെ പിക്കാറസ് നോവലുകളാണ്. അപ്പോൾ പിക്കാറസ് നോവൽ എന്ന് വെച്ചാൽ ഒരു ലോ ക്ലാസ് ഹീറോ ആയിരിക്കും. അയാളുടെ അഡ്വഞ്ചേഴ്സിലൂടെ ആയിരിക്കും ഇത് കഥ കടന്നു പോകുന്നത്. ഓക്കെ, അയാളുടെ ക്ലെവർനെസ്സിലൂടെ. അപ്പോൾ പിക്കാറസ് നോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് പിക്കാറോ എന്നുള്ള സ്പാനിഷ് വേർഡിൽ നിന്നാണ് വന്നത്, മീനിങ് റോഗ്, ROGUE. ഹീറോ സർവൈവ് ചെയ്യുന്നത് ക്ലെവർനെസ്സിലൂടെ ആയിരിക്കും, വലിയ ഹീറോയിസം ഒന്നും കാണത്തില്ല. അപ്പോൾ അയാളുടെ അഡ്വഞ്ചേഴ്സിലൂടെ അല്ലെങ്കിൽ എപ്പിസോഡ്സിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈ ഹീറോയുടെ എക്സ്പീരിയൻസിനെ സറ്റയറൈസ് ചെയ്ത്, സൊസൈറ്റിയൊക്കെ സറ്റയറൈസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഒരു വാണ്ടറർ ആയിട്ടുള്ളൊരു ഹീറോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ളൊരു പ്രൊട്ടാഗണിസ്റ്റ്. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള സോഷ്യൽ കണ്ടീഷൻസ്, ഹ്യൂമറും സറ്റയറും കാണും ഇതിനകത്ത്. ഹെൻറി ഫീൽഡിങ് ആണ് പിക്കാറസ് ടെക്നിക്സ് നോവലിൽ യൂസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടോം ജോൺസ് എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് പിക്കാറസ്, അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷിലെ പിക്കാറസ് നോവൽ എന്ന് നമ്മൾ ഫേമസ് ആയിട്ട് പറയുന്നത്. ഡാനിയൽ ഡീഫോയും പിക്കാറസ് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയിലെ കറപ്ഷനെ കുറിച്ചും ഹിപ്പോക്രസിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ അഡ്വഞ്ചറസ് നോവൽസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 4 വീൽസ് ഓഫ് ദ നോവൽ എന്നറിയപ്പെടുന്ന 4 റൈറ്റേഴ്സ് ആരൊക്കെയാണ്? ഈ 4 റൈറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫിക്ഷന് ഫൗണ്ടേഷൻ ഇട്ട 4 റൈറ്റേഴ്സിനെയാണ് നമ്മൾ 4 വീൽസ് WHEELS ഓഫ് ദ നോവൽ എന്ന് വിളിക്കുന്നത്. ആരാണ്? ഫസ്റ്റ് സാമുവൽ റിച്ചാർഡ്സൺ, സെക്കൻഡ് ഹെൻറി ഫീൽഡിംഗ്, പിന്നെ തോബിയാസ് സ്മോളറ്റ് എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ട്, ലോറൻസ് സ്റ്റേൺ. ഇത് പഠിച്ചു വെച്ചേക്കണം, 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ് നമുക്കറിയാം, തോബിയാസ് സ്മോളറ്റും ലോറൻസ് സ്റ്റേണും. ഓക്കെ, ഇവർ 4 പേരുമാണ്. സാമുവൽ റിച്ചാർഡ്സൺ എന്താണ്? എപ്പിസ്റ്റോളറി ഫിക്ഷൻ ഒക്കെയാണ് യൂസ് ചെയ്തത്. ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹെൻറി ഫീൽഡിംഗ് എന്താണ്? മറ്റേ ടോം ജോൺ, അതായത് പിക്കാറസ് നോവലിൻ്റെ ആള്. തോബിയാസ് സ്മോളറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ അഡ്വഞ്ചേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അഡ്വഞ്ചറസ് റൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ലോറൻസ് സ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്ന റൈറ്ററാണ്. അയാളുടെ നോവൽസ് ഒക്കെ കുറച്ച് പുതുമകൾ കൊണ്ടുവരുന്നതാണ്. അതായത് ഈ കഥ പറയുന്ന രീതിയിൽ പുതുമകൾ കാണാം. ഓക്കെ, ഇവരെ 4 പേരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 4 വീൽസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ആരാണ്? എലീസ ഹേവുഡ്. ഞാൻ പറഞ്ഞല്ലോ ഫീമെയിൽ റൈറ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഫീമെയിൽ റൈറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ ഈസ് എലിസ ഹേവുഡ്. എലിസ ഹേവുഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വുമൺ നോവലിസ്റ്റ് ആണ്. നോവൽസും പ്ലേസും എസ്സേസും പീരിയോഡിക്കൽസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഫീമെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, ലവിനെ കുറിച്ച്, പാഷനെ കുറിച്ച് എഴുതിയിരുന്നു. അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ലവ് ഇൻ എക്സസ്. ഓക്കെ, സ്ത്രീ റീഡേഴ്സിനെ ഫോക്കസ് ചെയ്തായിരുന്നു ഇവർ കൂടുതലും എഴുതുന്നത്. അവരെന്തായിരിക്കും? ഫെമിനിസം പോലുള്ള തോട്ടുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അവർ ആക്ട്രസ്സായിട്ടും പബ്ലിഷറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, എലിസ ഹേവുഡ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ പോർട്രേ ചെയ്യുമ്പോൾ അവരുടെ നോവൽസിനകത്ത് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് അവർ പോർട്രേ ചെയ്യുന്നത്. രണ്ടാമത്തെ റൈറ്ററാണ് ഫാനി ബേർണി എന്ന് പറയുന്നത്, FANNY, ഫാനി ബേർണി, BURNEY. 18th സെഞ്ചുറി നോവലിസ്റ്റ് ആണ്, ഡയറിസ്റ്റ് ആണ്, ഡയറി എഴുതുന്ന സ്ത്രീയാണ്. അതുപോലെ തന്നെ ഡയറി റൈറ്ററാണ്. സോഷ്യൽ എക്സ്പീരിയൻസിനെ കുറിച്ചും സ്ത്രീകളുടെ ഇമോഷണൽ സ്ട്രഗിളിനെ കുറിച്ചും അവരുടെ നോവൽസ് ഫോക്കസ് ചെയ്യുന്നു. മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് എവലീന, EVELINA. അതായത് ഒരു യങ് വുമണിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഈ എവലീനയ്ക്കകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സൊക്കെ റിയലിസ്റ്റിക്കലാണ്. മിഡിൽ ക്ലാസ് പീപ്പിളുടെ ലൈഫിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നു. ഹ്യൂമർ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അവർ ഡയറീസും ലെറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് അവർ എഴുതിയിട്ടുണ്ട്. വളരെ ലൈവ്ലി ആൻഡ് കോൺവെർസേഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ പ്രോസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ.